ചേച്ചിക്ക് എന്തോ പൈസയുടെ അത്യാവശ്യമുണ്ട്, ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതെ തങ്കം, എനിക്ക് ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട് തങ്കം. എന്ത് പറ്റി പെട്ടെന്ന്? അങ്ങനെയല്ല, എന്റെ കൊച്ചിച്ചന്റെ മോളെ കല്യാണം. അവരെ എന്റെ മോക്കൊരു 1 പവന്റെ സാധനം കൊണ്ടു തന്നത്. നമ്മളും അങ്ങോട്ട് 1 പവൻ കൊടുക്കണ്ടേ. അപ്പൊ 50,000 രൂപയ്ക്ക് കിട്ടത്തില്ല, 10-60,000 രൂപയാവും. അപ്പൊ അതുകൊണ്ടാ, അത് കൊടുക്കാൻ വേണ്ടിയാ. അത് ശരിയാ, അതൊക്കെ കൊടുക്കണം. പക്ഷേ ഉണ്ടല്ലോ, അതിന് ചേച്ചി വേറെ എവിടെന്നെങ്കിലും നോക്കണമായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റൂല. അതെന്താ? ഞാൻ വേറെ എവിടെ നോക്കണം, ഇവിടെ നിന്ന് എടുക്കാമല്ലോ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ? എന്റെ കാർഡിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇപ്പൊ എടുത്തേക്കണ ലോൺ നിങ്ങൾ മര്യാദ അടയ്ക്കണില്ല, അത് കുടിശ്ശികയാണ്. ഇതിനു മുമ്പ് എന്റെ കാർഡിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്ത് അതും നിങ്ങൾ അടവ് തെറ്റിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളെ പുറകെ നടന്ന് നിങ്ങളുടെ ചീത്ത വിളിയും കേട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് അടുപ്പിച്ച് ഇപ്പോഴും എനിക്ക് 7,000 രൂപ തരാനുണ്ട് അതിനകത്ത്, ഇല്ലേ? അതെ തങ്കം, തരാനൊക്കെ ഉള്ളതൊക്കെ തന്നെ. ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, ഒരു കല്യാണക്കാര്യമല്ലേ. അയ്യോ, അതിപ്പോഴാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇപ്പോഴല്ല അത്യാവശ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്, അത് അന്നേ ചിന്തിക്കണമായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വയ്യ നിങ്ങളെ പുറകെ നടന്ന്. തങ്കത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ ലോണ് തരുന്നത്? തോന്നിയാസം ഓർത്താൻ എന്നോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയണം, എന്നോടല്ല പറയുന്നത്. എന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, നിന്റെ വീട്ടിലല്ല ഞാൻ വരുന്നത് കേട്ടാ. എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചായ നീ എല്ലാം കുടിച്ച് വാഴക്കപ്പവും തിന്ന് നായരെയും കുറ്റം പറഞ്ഞവളല്ലേടി നീ. നിനക്കൊക്കെ വേണ്ടെങ്കിൽ ഇറങ്ങി പോടല്ലേ? അല്ലേ, ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസത്തിന് വന്നൊന്നുമല്ല. താമസിക്കാൻ നിങ്ങൾ ഞാൻ താമസിക്കാൻ കൊള്ളത്തത് നിന്റെ ഭർത്താവിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാം തിന്നുകൊണ്ട് നിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് എന്ത് ചരിത്രം അറിയാൻ? ഒരു രമണി വന്നേക്കണം, എന്റെ ഭർത്താവിന് എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ പോടി ചേട്ടോളം നാറികൾ പോടി. നമുക്ക് പഞ്ചായത്തിൽ പറയാം. പള്ളു ഇതെന്താ കനക? എനിക്കൊരാങ്ങളെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പരാതി പറയാണോ വേണ്ടത്? നീ പറഞ്ഞതാണ്. നീ ഒന്ന് അവരുടെ അടുത്ത് 1-2 ചീത്ത പറഞ്ഞേ, പ്രശ്നം തീരും. തീരും. എടി ഇപ്പൊ സസ്പെൻഷൻ അകത്തോട്ട് കയറിയുള്ളൂ. ഇനി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ ഒരു കേസ് എടുത്തോണ്ടല്ലോ ഞാൻ വിളിക്കും. ഏട്ടനല്ലേ ഉള്ളു സ്ത്രീത്വത്തിന്റെ പ്രശ്നം, ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. അവര് 2 ചീത്ത വിളിക്കാൻ അതാണ് മര്യാദ. അവരുടെ സംസ്കാരം കാണിച്ച് നമ്മളങ്ങനെ കാണിക്കാൻ പറ്റുമോ? കേട്ടോണ്ട് വിളിച്ചു വരണോ? അവളാര് മര്യാദയല്ലമ്മ. വീട്ടിലൊരു പോലീസുകാരുള്ളതാണ്. രമണി എന്നെ ചീത്ത പറഞ്ഞടാ. ഏത് രമണി? ആ കുടുംബശ്രീയിലുള്ള അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. ചീത്ത പറഞ്ഞോ? തെറി വിളിച്ചു. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വല്ല പെണ്ണുങ്ങളെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കണം. ഇതൊന്നും പരാതി കൊടുക്കേണ്ട കാര്യമല്ലോ. ഞങ്ങള് അങ്ങനെ കേട്ടില്ല. ആ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കും, അടിയും കൊടുക്കും. പോയി കിടക്കും, കുഴപ്പമില്ല കിടക്കാം. എന്റെ അങ്ങനെ വിളിച്ചിട്ടില്ല, ഞാൻ പോയി കിടക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പോയി കിടക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. ഒരു പരുവത്തിന് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചേന്. എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ഈ പറഞ്ഞ ഏട്ടന് മാത്രമേ ഉള്ളൂ ന്യായം. ഞാൻ അച്ചാച്ചന്റെ കൂടെ ചേച്ചിയുടെ നിക്കത്തുള്ളൂ. എന്ത് ഇക്കണക്കിന് നാളെ ഒരാളൊന്ന് ലില്ലിപ്പെണ്ണെ ചീത്ത വിളിക്കുന്നത് ലില്ലിപ്പെണ്ണ ഒറ്റമ്മ എന്താ പറയും? നീ പരാതി കൊണ്ട് സ്റ്റേഷനിൽ വരാൻ പറയോ? 3 ആണുങ്ങളല്ല വിടല്ലേ? അതിന്റെ കാരണം വേണ്ടേ? കാരണമുണ്ടല്ലോ, അത് അന്വേഷിച്ചിട്ട് തീരുമാനിച്ച പോലെ. ഇത് അന്വേഷിക്കാൻ ക്രൈം കേസ് ഒന്നും എന്ത് ചെയ്യണം? വേറെ ഒന്നുമില്ല. അടുത്ത കുടുംബശ്രീ ഇവിടെ വിളിക്കും. ഇവിടെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉടക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ആക്കി ഞാൻ കൊടുത്തോളാം. രമണിക്കടുത്ത് എന്തെങ്കിലും ഒരു ഉടക്ക് നിങ്ങൾ പെണ്ണുങ്ങളല്ലാലും വേണം. ഈ കാര്യം പറഞ്ഞു എന്റെ പിറകെ വരണം. തെറി വിളിച്ച അത്രയും കേട്ടോണ്ട് നിന്ന് പോരെ. ഇപ്പൊ നമുക്കാണ് കുറ്റം. എന്റെ കൊച്ചിനെ വേണ്ടാത്തതൊക്കെ വിളിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞാ മതി.